നാഗ്ജി ഇന്റർനാഷണൽ ക്ലബ് ഫുട്ബോൾ വരും വർഷങ്ങളിലും തുടരാൻ തീരുമാനം. പ്രമുഖ വിദേശ ക്ലബ്ബുകളെയും ഇന്ത്യൻ ടീമുകളെയും ഉൾപ്പെടുത്തി കെട്ടിലും മട്ടിലും ഏറെ മാറ്റങ്ങളോടെയായിരിക്കും ടൂർണമെന്റ് തുടരുക. ഈ വർഷം ടൂർണമെന്റിന്റെ വിജയം പ്രതീക്ഷ പകരുന്നതാണെന്ന് സംഘാടകർ പറഞ്ഞു. 21 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം നാഗ്ജി പുനരാരംഭിക്കാനായി നാഗ്ജി ഭാവിയിലും തുടരാനുള്ള ആത്മവിശ്വാസം ഇതിന്റെ സംഘാടകർക്ക് ലഭിച്ചു. രാജ്യത്താദ്യമായി വിദേശ ടീമുകളെ മാത്രം പങ്കെടുപ്പിച്ച് ഒരു ഫുട്ബോൾ ടൂർണമെന്റ് നടത്തി കോഴിക്കോട് ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ ചരിത്രം രചിച്ചു. എന്നാൽ ഈ സാഹസം പ്രതീക്ഷിച്ച വിജയം കണ്ടില്ലെന്ന സ്വയം വിമർശം സംഘാടകർക്കുണ്ട്. മിക്ക ടീമുകളും നിലവാരം പുലർത്തിയില്ല. ഉയർന്ന ടിക്കറ്റ് നിരക്കും സമീപ ജില്ലകളിലടക്കം സെവൻസ് ടൂർണമെന്റുകൾ നടക്കുന്നതും ഇന്ത്യൻ ടീമുകൾ ഇല്ലാതിരുന്നതും കാണികളെ ഗ്യാലറികളിൽ നിന്ന് അകറ്റി. എന്നാൽ വിജയകരമായ സമാപനം ടൂർണമെന്റ് തുടരാൻ KDFAക്ക് ഊർജം പകരുന്നു. വരും കാലങ്ങളിൽ മുൻനിര വിദേശ ടീമുകൾക്കൊപ്പം ഇന്ത്യൻ ടീമുകളും പന്തുതട്ടും. 2 ടീം എന്തായാലും ഇന്ത്യയിൽ നിന്നുണ്ടാകും. 2 ടീമായിരിക്കും ഈ വന്ന 8 ടീമിൽ നിന്ന് സെലക്ട് ചെയ്യുന്നത്. അതിന് പുറമെ GCCയിൽ നിന്ന് 2 ടീം ഉണ്ടാകും. പിന്നെ ആഫ്രിക്കയിൽ നിന്ന് 1, പിന്നെ ഏതാണെന്നുള്ളത് നമ്മൾ തീരുമാനിച്ചിട്ടില്ല. എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. അന്താരാഷ്ട്ര ടൂർണമെന്റ് നടത്തി മുൻപരിചയമില്ലാതിരുന്നത് വലിയ സാമ്പത്തിക ബാധ്യതയാണ് സംഘാടകർക്കുണ്ടാക്കിയത്. ഇത് പരിഹരിക്കാൻ സംസ്ഥാന സ്പോർട്സ് ടൂറിസം വകുപ്പുകളുടെ സഹായം തേടാനാണ് തീരുമാനം. മീഡിയ 1 കോഴിക്കോട്.